ഇവിടെ പഠിച്ചാൽ ജോലിയില്ല, ഈ രാജ്യത്തൊന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇനി ഇവിടെ ഒരു ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ ഇറക്കി നമ്മളെയൊക്കെ പല തട്ടിപ്പിനും ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ പല കച്ചവടക്കാരും. അതുപോലെ തന്നെ എല്ലാവരും സയൻസ് പഠിക്കണം, എല്ലാവരും നീറ്റ് പഠിക്കണം, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. ഇവരൊക്കെ ഈ പറഞ്ഞ കോഴ്സുകൾക്കും പറഞ്ഞ സ്ഥലങ്ങളിലുമൊക്കെ പോയി ഒരുപാട് പേര് ഇന്ന് നരകിക്കുന്നുണ്ട്, ഒരുപാട് പേര് അവിടെ നിന്നൊക്കെ നിലവിളിക്കുന്നുണ്ട്. ഇതൊക്കെ ദൈനംദിനമായി ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഈ പറയുന്നതെല്ലാം ഒരു കച്ചവട കഥകളാണ്. ഈ ട്രാപ്പിൽ നിങ്ങൾ വീഴാതിരിക്കുക. നിങ്ങൾക്ക് ഇവിടെയും പഠിക്കാം, നിങ്ങൾക്ക് ഏത് കോഴ്സും പഠിക്കാം, മലയാളം പോലും പഠിച്ച് നിങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കാൻ സാധിക്കും. അതിനൊന്നും യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ സമീപിക്കുന്നത്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ സമീപിക്കുന്നത്, നിങ്ങളുടെ ഒരു തൊഴിലിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഒരു ലക്ഷ്യത്തെ സമീപിക്കുന്നത്, അതിന് വേണ്ട കൃത്യമായ പ്ലാനിങ് എന്താണ്, സ്ട്രാറ്റജി എന്താണ്, അതിനുവേണ്ടി എന്തെല്ലാം ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തണം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരു അവയർനെസ് ഒരു കൂട്ടായ്മയാണ്. ഇതിലൂടെ നമുക്ക് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഉള്ളൊരു അവസരവും വേദിയുമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെയും കൂടെ ഇതിലൂടെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കുക. വളരെ ശക്തമാണ് എതിർ സൈഡിൽ ഈ റാഞ്ചിക്കൊണ്ട് പോകാനും ട്രാപ്പിൽ പെടുത്താനുമുള്ള ശക്തികളുടെയൊക്കെ മുന്നേറ്റങ്ങൾ. അതിനെ ചെറിയ രീതിയിലൊന്നും ആർക്കും ചെറുക്കാനൊന്നും സാധിക്കില്ല. എങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ഭാവിയുണ്ട്, എല്ലാത്തര മനുഷ്യർക്കും അവസരങ്ങളുണ്ട്, ഏത് സ്ഥലത്തും ഉണ്ട്. അത് തിരിച്ചറിയാൻ ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇത് വാച്ച് ചെയ്യാം. പണപ്പെരുപ്പം എന്നെല്ലാവരും കേട്ടിട്ടുണ്ട്. അതുപോലൊരു വലിയ വിഷയമാണ് ഈ ബിരുദ പെരുപ്പം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഇന്ത്യയിൽ എല്ലാവരുടെയും ഒരു വിചാരം ഒരു ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കോഴ്സുകൾ, അത് പ്രൊഫഷണൽ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പഠിച്ച് കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ ഭാവിയൊക്കെ ഉണ്ടാകുമെന്ന് ധരിക്കുന്ന ഒരുപാട് മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകോട്ടല്ല. എല്ലാവരും ഇങ്ങനെ ബിരുദധാരികളായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതും കഴിഞ്ഞ് തുടർന്ന് വലിയ വലിയ കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊരു തൊഴിൽ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ പലർക്കും അവർ പഠിച്ചതിനനുസരിച്ചുള്ളൊരു തൊഴിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ തൊഴിലേ കിട്ടുന്നില്ല. ഐദർ അൺഎംപ്ലോയിഡ് ഓർ അണ്ടർ എംപ്ലോയിഡ് എന്ന് പറയുന്നു. അതാണ് സിറ്റുവേഷൻ. ഇപ്പം പല കമ്പനികളും നടത്തുന്ന സ്റ്റഡിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബിരുദധാരികൾക്ക് പലപ്പോഴും ഒരു എംപ്ലോയബിലിറ്റി കോഷ്യൻ്റ് വളരെ കുറവാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഈ വിദേശ രാജ്യത്തു നിന്ന് വരുന്ന പല ടെസ്റ്റുകളും വെച്ചിട്ട് ഇതിനെ അളക്കുന്നതിനകത്ത് കാര്യമില്ല. പ്രധാനമായിട്ടും ഒരു കാര്യം ഇവിടെ കാണുന്ന അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത്, പലരും പഠിക്കാൻ പോകുന്ന സ്കോപ്പ് അനുസരിച്ചാണ്, അല്ലാതെ അവനവൻ്റെ ആപ്റ്റിറ്റ്യൂഡോ എബിലിറ്റിയോ അനുസരിച്ചല്ല. ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ തെറ്റുകയാണ്. പലപ്പോഴും നമ്മൾ എന്തിനാണ് ഡിമാൻഡെന്ന് നോക്കിയിട്ട് അതിൻ്റെ പുറകിന് പോവുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അതിൻ്റെ പുറകിന് ഓടുകയാണ്. നേഴ്സിങ്ങിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ കൂടെ ഓടുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ പോകുന്നു, സ്കോപ്പുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ഇത് പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ കയ്യിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് മാത്തമാറ്റിക്സ് ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സ്കോപ്പുള്ളത് ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെല്ലാവർക്കും പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന് സ്കോപ്പുള്ളത്. അല്ലെങ്കിൽ അതിന് ലോകത്ത് ഒരുപാട് ഡിമാൻഡുണ്ട്, പക്ഷേ എല്ലാവർക്കും ആ ഡിമാൻഡിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ലോജിക്കലി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനോ എല്ലാവർക്കും അതിൻ്റെ ഒരു എക്സ്പേർട്ട് ആകാനോ സാധിക്കില്ല. കാരണം അത് കഴിയണമെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സ് ഒരു ആപ്റ്റിറ്റ്യൂഡായിരിക്കണം. മാത്തമാറ്റിക്സിൽ നല്ല ഒരു എക്സലൻറ്റ് സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് അതിലൊക്കെ പോയിട്ട് സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനിയും നേഴ്സിംഗ് തന്നെ എടുക്കുക. ഈ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളെ ഒന്ന് എടുത്തു നോക്കിയാൽ പലപ്പോഴും വൃത്തിയായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാത്ത കുട്ടികൾ, മോശപ്പെട്ട കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ സയൻസിൽ അറിവില്ലാത്ത കുട്ടികൾ, ഈ കുട്ടികൾക്കൊന്നും ആ രംഗത്ത് പോയി ഒരു സ്കോപ്പും സൃഷ്ടിക്കാനായിട്ട് പറ്റില്ല. എന്നോട് ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ. കാരണം ഇത് ഏത് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് നോക്കിയാൽ മതി. ഏറ്റവും മിടുക്കരായ കുട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല കോളേജുകളിലൊക്കെ സെലക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്കൊരു ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഫെയർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏറ്റവും പ്രധാനമാണ്. കാരണം നമ്മൾ ഈ നേഴ്സിംഗൊക്കെ ഇവിടെ പഠിക്കുന്നത് വിദേശത്തുള്ള സ്കോപ്പ് നോക്കിയിട്ടാണ്. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ, അവിടത്തേക്ക് നല്ല ഹോസ്പിറ്റൽസിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ കംഫോർട്ടബിളായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും സംസാരിക്കാനും അറിയണം. രണ്ടാമത് അവിടത്തേക്ക് പരീക്ഷകൾ പാസ്സാകണമെങ്കിൽ നല്ല സയൻസ് നോളജ് വേണം.
മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ആരോഗ്യവും നല്ല മാനസിക ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പിന്നെ വിദേശത്തൊക്കെ നല്ല ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നേഴ്സിങ്ങിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ അതിനെ കോമ്പീറ്റൻ്റ് ആണോ, അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അതിനുള്ള ടാലൻ്റ് ഉണ്ടോ, അതിനുള്ളൊരു കഷ്ടപ്പെടാനുള്ളൊരു മനസ്സുണ്ടോ, ഇതൊക്കെ ഇല്ലാത്ത കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ആ രംഗത്ത് തൊഴിലില്ലാതെ വരും. ഒരുപാട് നേഴ്സസ് പിന്നെ പഠിച്ചിട്ട് ജോലി ഇല്ലാതായിട്ടുണ്ട്. ഒരുപാട് പേര് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ വളരെ നിലവാരം കുറഞ്ഞ ജീവിതം ജീവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കടമെല്ലാം എടുത്തുകൊണ്ട് ഇത്തരം കോഴ്സുകൾക്കൊക്കെ സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്നതാണ് ഒരു വലിയ വിഷയം. അല്ലാതെ ഇവിടെ പഠിക്കുന്നതിൻ്റെ നിലവാരം കുറവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതേ നിലവാരത്തിൽ പഠിച്ച കുട്ടികൾ തന്നെ വിദേശ രാജ്യത്തൊക്കെ ഏറ്റവും ടോപ്പായിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവരൊരിക്കലും ഈ ഇൻഫ്ലേഷൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ടാലൻ്റ് ഉള്ളതുമായ മേഖലയിൽ അവർ പഠിക്കാൻ പോകുമ്പോൾ ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിന് വേണ്ട കഴിവുകൾ, പ്രത്യേകിച്ച് എന്തെല്ലാം കഴിവുകളാണ് ആ മേഖലയിൽ വേണ്ടത്, അത് വളർത്തിയെടുക്കാൻ അവർ ബോധപൂർവം ശ്രമിക്കുന്നു. ഇപ്പോൾ കണക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ കണക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് മാത്തമാറ്റിക്സിൻ്റെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ മേഖലയിൽ ജോലി കിട്ടാം. അപ്പോൾ ബാങ്കിങ് ആയി, ഇൻഷുറൻസ് ആയി, സ്റ്റോക്ക് മാർക്കറ്റിലായി, ഗവൺമെൻറ് ജോലികളായി, അല്ലെങ്കിൽ AI പോലുള്ള മേഖലകളിലായി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലാണ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിലോ ഒക്കെയാണ്. എവിടെയാണ് എനിക്ക് ഒരു അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഉള്ള ഒരു ഏരിയയിൽ പോയി എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ചിലത് കഴിഞ്ഞ് എക്കണോമിക്സിലേക്കൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ എന്ത് മേഖലയിൽ പോയാലും എനിക്കതൊരു ജോലിയായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നത് കൊണ്ടാണ്. വേറൊന്ന്, കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് നൈപുണ്യങ്ങൾ വളർത്തേണ്ടതായിട്ടുണ്ട്. ഓരോ മേഖലയിലും ജോലി ചെയ്യുന്നതിന് ഇപ്പോൾ നിങ്ങളൊരു BCom പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. BCom പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോമേഴ്സ് എന്ന് പറയുന്ന വളരെയധികം സ്മാർട്ടായിട്ടുള്ള ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം ജോലി കിട്ടുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കോമേഴ്സ് മേഖലയിലോ ഇപ്പോൾ BBAയോ കോമേഴ്സോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സോഫ്റ്റ് സ്കിൽസ് വളർത്തണം. പ്രത്യേകം നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, തീരുമാനം എടുക്കാനുള്ള കഴിവ്, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, ആൾക്കാരുമായിട്ട് പൊരുത്തപ്പെടാനും ആൾക്കാരുമായിട്ട് സംഘമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ്, ചില ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ പല കഴിവുകൾ അവർ വളർത്തിയെടുത്തെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള സെലക്ഷൻസൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ അത് മിടുക്കരായ കുട്ടികൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകൾ, ഇൻറ്റേൺഷിപ്പുകൾ, ട്രെയിനിങ്ങുകൾ ഒക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ കഴിയുന്നത്ര എക്സ്പോഷർ ആ രംഗത്ത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ ചിലരൊക്കെ പറയുന്നത് ഇന്ത്യയിൽ പഠിച്ചാൽ വലിയ സാധ്യതയില്ല, കേരളത്തിൽ പഠിച്ചാൽ സാധ്യതയില്ല, വിദേശത്ത് പോയി പഠിച്ചാൽ. വിദേശത്തും ഒന്നുമില്ല. വിദേശത്ത് ഒരു 10-20% ആൾക്കാർ മാത്രമേ പഠിക്കുന്ന മേഖലയിലെ ഉന്നതമായ ജോലിയിലൊക്കെ എത്തുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സൂപ്പർ മാർക്കറ്റിൽ കക്കൂസ് കഴുകാനും ഒക്കെ നിൽക്കുന്നവന് എന്ത് സ്കോപ്പാണ് ഉണ്ടായിട്ടുള്ളത്? എന്തിനെക്കുറിച്ചാണ് ഈ ഇവിടെ ഇരുന്ന് ആൾക്കാർ, ഇതൊക്കെ വെറും ഒരു നറേറ്റീവാണ്. എന്തിനു വേണ്ടിയാണ്? വിദേശത്തേക്കുള്ള ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അവർക്ക് കുറേ ആൾക്കാരെ ഇവിടുന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. ഇതല്ല. ഇവിടെയും പഠിക്കുന്ന 20% പേര് വളരെ മിടുക്കരാകുന്നുണ്ട്, അവിടെയും പഠിക്കുന്നവർ 20% മിടുക്കരാകുന്നുണ്ട്. അല്ലാത്തവരെല്ലാം അൺഎംപ്ലോയ്മെൻറ്റോ അണ്ടർ ഒക്കെ നേരിടേണ്ടി വരും. പിന്നെ വിദേശത്തെ ഒരു ഗുണം എന്താണ്, വലിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ഗാർഡനിങ് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ജോലി ചെയ്യാനോ നമുക്ക് മടിയാണ്. അവിടെ ആകുമ്പോൾ എന്ത് പണിയും ചെയ്യാൻ മടിയില്ല. അതുകൊണ്ട് അവിടെ കാശ് കിട്ടും. ഞാനൊരു കാര്യം പറയാം, ഇവിടെയും നിങ്ങൾ വൈകുന്നേരം പോയിട്ട് ഒരു 5 വീട്ടിലെ അല്ലെങ്കിൽ ഒരു മാസം ഒരു 10 വീട്ടിലെ ഗാർഡൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് ഒരു 10,000 രൂപ ഒപ്പിക്കാൻ ഇവിടെ ഒരു പ്രയാസവും ഇല്ല. ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ പോലും ഒരു മേഖലയിൽ നമുക്ക് ഒരു വൈകുന്നേരം ഒരു 2 മണിക്കൂർ ജോലി ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. പ്രായമുള്ള ആൾക്കാർക്ക്, നമ്മളൊരു 10-20 വയസ്സുള്ള ഒരാളാണ്, പോയി ഒരു വണ്ടി ഓടിച്ചു കൊടുത്താൽ അവർക്ക് വലിയ രീതിയിൽ സഹായമാകും. എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ. നിങ്ങൾ തോട്ട്ഫുള്ളായിട്ട് ആലോചിച്ചാൽ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ അവിടുത്തെ പ്രൈം ടൈമിൽ പോയി ഒന്ന് വർക്ക് ചെയ്ത് കൊടുത്താൽ അവർക്ക് വലിയൊരു ഹെൽപ്പാകും. നിങ്ങൾക്കൊരു പോക്കറ്റ് മണി കിട്ടും. നിങ്ങൾക്കൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിജിറ്റലായിട്ടുള്ള ക്വാളിറ്റീസോ കമ്പ്യൂട്ടർ ക്വാളിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ പാർട്ട് ടൈമായി ജോലി ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ വരുമാനം ഇവിടെ പോലും സമ്പാദിക്കാനായിട്ട് കഴിയും. പല മേഖലയിലും മിടുക്കരായ ആൾക്കാരെ ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾക്കിരുന്ന് ഇപ്പോൾ എൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ലോ പഠിക്കുന്നൊരു കുട്ടിയാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, 10 ദിവസം നിനക്ക് ഇന്ന വർക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും
പറ്റുമോ? ആ കുട്ടി ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് ആ കുട്ടി പറഞ്ഞു ഓക്കെ ഞാൻ ശ്രമിക്കാം സാർ. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിക്ക് ഞാൻ അസൈൻമെൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ആ കുട്ടി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോട്ടെ, അങ്ങനെ ആ കുട്ടി മിടുക്കിയാക്കിക്കോട്ടെ, അവരെ മിടുക്കരാക്കി എടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ഈ ആഗ്രഹം. അപ്പോൾ നമുക്കൊരു ജോലിയെ പറ്റി ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ, അതിനുവേണ്ട ഫോക്കസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെയും ജോലിയുള്ളവരാകാൻ ഒരു പ്രയാസമില്ല. പിന്നെ നമുക്ക് വേണ്ടത് സോഫ്റ്റ് സ്കിൽസാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മനുഷ്യരുമായിട്ടൊക്കെ ഇടപെടാനുള്ള കഴിവ്, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവുകളൊക്കെ നമുക്ക് ഉണ്ടാവണം. അതുപോലെ നമുക്ക് ഒരുപാട് നെറ്റ്വർക്കിംഗ് ആവശ്യമാണ്. നിങ്ങളൊരു ഗ്രാജുവേഷനൊക്കെ പഠിക്കുമ്പോൾ ധാരാളം ആൾക്കാരെ പരിചയപ്പെടുക, ജോലി എവിടെയൊക്കെയാണുള്ളത്, ഏതൊക്കെ മേഖലയിലാണ് എന്നെപ്പോലെ ഒരാൾക്ക് ജോലി കിട്ടുന്നത്. ഞാനൊരു കെമിസ്ട്രി പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. എനിക്ക് കെമിസ്ട്രി കഴിഞ്ഞിട്ടൊരു ജോലി വേണം. ഏതൊക്കെ മേഖലയിൽ ആണ് എനിക്കൊരു ജോലി അന്വേഷിക്കാൻ പറ്റുന്നത്, ഒരു ട്രെയിനിയായിട്ട് എവിടെയൊക്കെ കയറാൻ പറ്റും, ഒരു കെമിസ്ട്രി പഠിച്ച ഒരാളിന് ഏതെല്ലാം ഇൻഡസ്ട്രിയിലാണ് ജോലി അവസരങ്ങളുള്ളത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുമായിട്ട് ഞാൻ എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യും. ഇങ്ങനെ ജോബ് സെർച്ച്, കമ്പ്യൂട്ടറിലൊക്കെ ജോബ് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതൊരു ആധുനിക കാലത്തെ ഒരു ATS ലെവലിലേക്ക് ആ റെസ്യൂമെ എങ്ങനെയൊന്ന് മെച്ചപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കി അതിനൊക്കെ അറിയുന്ന ആൾക്കാരോടും കഴിവുള്ള ആൾക്കാരോടും ഒക്കെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ ഒരു ഹയർ സ്റ്റഡിക്ക് പോവുകയാണെങ്കിൽ ചുമ്മാ പോയി ഒരു ഹയർ സ്റ്റഡിക്കൊന്നും ആരും ഇന്നത്തെ കാലത്ത് ചേരരുത്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഹയർ സ്റ്റഡി ഇപ്പോൾ ആവശ്യമുണ്ടോ? ഇപ്പോൾ തന്നെ ഒരു ജോലിയിലേക്ക് കയറി ഒരു 2-3 കൊല്ലം ജോലി ചെയ്യുന്നതല്ലേ ആദ്യം നല്ലത്. ഒരു ജോലി ചെയ്തിട്ട് ഹയർ സ്റ്റഡിക്ക് പോകുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു പർപ്പസ് ഉണ്ടാകും. ഇനി അല്ല, ഒരു ഹയർ സ്റ്റഡിക്ക് പോകണം, അത് തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഹയർ സ്റ്റഡി ആയിരിക്കണം. ചില കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചിട്ട് പെട്ടെന്ന് വിദേശത്തേക്ക് പോയിട്ട് അവിടുത്തെ 4-കിട യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി പൂർണ്ണമായിട്ടും പോകും. നിങ്ങൾക്ക് ഒരു സാധ്യതയും ഉണ്ടാവില്ല. ഒരു പയ്യനെ ഞാൻ കണ്ടു, അവൻ കാനഡയിൽ പോയി ഹയർ സ്റ്റഡി പഠിച്ചത് കാനഡയിൽ പോലും അംഗീകാരമില്ലാത്ത ഒരു സ്ഥലത്താണ്. അവനിപ്പോൾ അവിടെ ജോലിയുമില്ല. ഇനി വേറൊരു രാജ്യത്ത് പോയാൽ ഈ ഹയർ സ്റ്റഡി അവിടെ വാല്യൂ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടുന്ന് പോയപ്പോഴുള്ളതേ അവൻ്റെ കയ്യിലുള്ളൂ. നഷ്ടം എന്താ? 10-35 ലക്ഷം രൂപ വെറുതെ കളഞ്ഞു. ഇതാണ് പല കുട്ടികൾക്കും സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഹയർ സ്റ്റഡിക്കൊക്കെ പോകുന്നെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ ദിവസം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കെമിക്കൽ സയൻസിൽ MSc ഉള്ളൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുകയാണ്. പുള്ളിയുടെ ഒരു കരിയർ പ്ലാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി MBAക്ക് പോകാനായിട്ട് വെച്ചിരിക്കുന്നതെല്ലാം ഒരു NIT-യേക്കാളും അല്ലെങ്കിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളാണ്. ഒരു MBAക്ക് പോകുമ്പോൾ അതിനേക്കാളും നിലവാരമുള്ള, അതിനേക്കാളും പ്രീമിയമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെയ്തില്ലെങ്കിൽ ആ വ്യക്തി അയാളോട് തന്നെ ചെയ്യുന്നൊരു ദ്രോഹമാണ്. അയാളുടെ ആ റെസ്യൂമയെ അയാളുടെ ട്രാക്ക് റെക്കോർഡ് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു NIT-യിലൊക്കെ പഠിച്ച് കഴിഞ്ഞ ഒരാളാണ്. ഇനിയൊരു MBAക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയമായിട്ടുള്ള സ്ഥലങ്ങളിൽ, കുറച്ചുകൂടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ കുറച്ചുകൂടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക, ഒരാവശ്യമില്ല. കാരണം ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസം കൊണ്ട് തന്നെ കൂടുതൽ എക്സ്പീരിയൻസ് നേടാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു ഹയർ സ്റ്റഡിക്കൊക്കെ പോകുന്നെങ്കിൽ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകാം. വേറൊരു കാര്യം, നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലെ ഡിഗ്രിക്കൊന്നും ഗുണമില്ല, ഇതില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു ഫാൻസി, സത്യം പറഞ്ഞാൽ ഒരു തരം രോഗാവസ്ഥയാണ്. നമുക്കൊരു ജോലി കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ്സ് യുവർ ഇൻഡിവിജ്വൽ ഇഷ്യൂ. നിങ്ങൾ നേരെ ഒരു നല്ല എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോവുക, ഒരു നല്ല കരിയർ കൗൺസിലറിൻ്റെ അടുത്ത് പോവുക. സാറേ ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, എനിക്കൊരു ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവർ നിങ്ങളെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണ് പ്രോബ്ലം, എവിടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു ജോലിയിലേക്ക് പോകാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ നിങ്ങളെക്കാളും വലിയ ഹൈ സ്റ്റാറ്റസുള്ള ജോലികളായിരിക്കും. നിങ്ങൾ അതിനനുസരിച്ചുള്ള ആൾ കാണത്തില്ല. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പുണ്ട്. നിങ്ങൾക്ക് അത്തരം ജോലികളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് കവർ ചെയ്ത് നിങ്ങൾ സ്കിൽഫുള്ളായി മാറിയെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലത്തെ കുറച്ചുകൂടെ ചെറിയൊരു ജോലി എടുത്ത് അതിനകത്ത് കയറി അതിൽ എക്സ്പീരിയൻസ് നേടി വളർന്നു വരണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഏത് രീതിയിലുള്ളൊരു സ്ട്രാറ്റജി എടുത്താലാണ് അതിനൊക്കെ നിങ്ങൾക്ക് അതിനൊരു ആൻസർ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആൻസർ തരാൻ കഴിയുന്ന ആൾക്കാരെ പോയി കാണുകയും അങ്ങനെയുള്ളവരോടൊക്കെ കാര്യങ്ങൾ ആലോചിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ധാരാളമായിട്ട് ഇന്നത്തെ കാലത്തെ ഇലക്ട്രോണിക്സ് മെറ്റീരിയൽ ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ വായിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, ധാരാളം ആൾക്കാരുമായിട്ട് സംസാരിക്കാനും നെറ്റ്വർക്ക് ചെയ്യാനും കണക്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോസ്പെക്റ്റ്
പ്രോസ്പെരിറ്റി കൂടും, നിങ്ങളുടെ പ്രോസ്പെക്ട്സ് കൂടും, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് കൂടും, ഒരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആദ്യം കയറുന്ന ഒരു ജോലി എന്നൊക്കെ പറയുന്ന ഒരു എൻട്രി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്മാർട്ടാണെങ്കിൽ കൃത്യമായ സമയത്ത് ജോലികൾ മാറി നല്ല നിലയിലെത്താനും ഒരു 10 കൊല്ലം കൊണ്ടൊക്കെ വളരെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും വലിയ കോൺഫിഡൻസിലേക്ക് വരാനും ഒക്കെ സാധിക്കും. ഇവിടെ നാട്ടിൽ എത്രയോ എക്സലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും ഒക്കെ മിടുക്കരായി ജോലി ചെയ്യുന്നു. വിദേശത്ത് പോയാലേ ജോലിയുള്ളൂ, വിദേശത്ത് പോയില്ലെങ്കിൽ ലോകം അവസാനിക്കുമെന്നൊക്കെ പല കഥകളും പ്രചരിപ്പിക്കുന്നത് പല കച്ചവടങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയൊന്നുമില്ല. വിദേശത്തും സാധ്യതകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെയും സാധ്യതകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾ എവിടെ പഠിക്കണമെന്ന്, എവിടെ ജോലി ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ വേണ്ട സ്കിൽസും വേണ്ട സ്ട്രാറ്റജികളും ഒക്കെ ബിൽഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സാധ്യതകൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളൊക്കെ ഏത് കോഴ്സ് പഠിക്കണം, എവിടെ പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയമാണ്. ഞാൻ കുട്ടികളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന, മാതാപിതാക്കളോടും പറയാൻ ആഗ്രഹിക്കുന്ന, ഇവിടെ മാർക്കറ്റിൽ കുറേ സ്റ്റോറീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ചെയ്താൽ കാര്യമില്ല, അത് ചെയ്താലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടെ പോയാലേ കാര്യമുള്ളൂ. ഇതെല്ലാം ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ്. ഇത് പറയുന്നതിനകത്ത് എനിക്കൊരു മടിയില്ല, ആർക്ക് വിരോധം തോന്നിയിട്ട് ഒരു കാര്യമില്ല. വലിയ തട്ടിപ്പ് ഇതിൻ്റെ പുറകിലുണ്ട്. നിങ്ങളെങ്ങനെ നിങ്ങളെ ഓർഗനൈസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. നിങ്ങൾ ഇന്ന് നന്നായി വിയർപ്പൊഴുക്കിയാൽ നാളെ നിങ്ങൾ മികച്ച കരിയറിലേക്ക് വരും. എന്നെ കാണാൻ ഓരോ ദിവസവും വരുന്ന കുട്ടികളൊക്കെ ഓരോ കാലത്ത് ആ തിരിച്ചറിവ് നേടി ഇവിടെ തന്നെ വലിയ കരിയറുകളും അച്ചീവ്മെൻറ്റ്സും ഒക്കെ നേടിയ ധാരാളം കുട്ടികൾ എന്നെ എപ്പോഴും കാണാൻ വരാറുണ്ട്. വലിയ അഭിമാനത്തോടു കൂടി പറയട്ടെ, നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ, പ്രോപ്പർ സ്ട്രാറ്റജിയോടുകൂടി മുമ്പോട്ട് പോയാൽ നമുക്ക് രൂപാന്തരപ്പെടണമെന്ന് നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും വിജയിക്കാൻ സാധിക്കും. ഒരു സംശയമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.